അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കഥ വിവരിക്കുകയായിരുന്നു. അവിടെ ഒരു ആട്ടിടയൻ, അതിൽ നാട്ടുമ്പുറത്തുകാരനായ അറബി ഉണ്ടായിരുന്നു അവർക്കിടയിൽ. കഥ ഇങ്ങനെ പോകുന്നു. സ്വർഗവാസികളിൽ നിന്നുള്ള ഒരു ആള് അള്ളാഹുവിനോട് അനുവാദം ചോദിച്ചു, സ്വർഗത്തിൽ കൃഷി ചെയ്യണം എനിക്ക്, ഒരു പൂതി. കാരണം അവിടെ ഒന്നും ചെയ്യേണ്ട, എല്ലാം റെഡിമെയ്ഡായിട്ട് കിട്ടും. നമ്മൾ ഭൂമിയിലെ കണക്കും അളവൊക്കെ പറയുകയാണെങ്കിൽ 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടലിൽ ഇരുന്നിട്ട് ഓർഡർ കൊടുക്കുന്ന പോലെ നമ്മൾ വിചാരിക്കുമ്പോഴേക്കും സാധനം വരും, ഓർഡർ പോലും കൊടുക്കണ്ട. അങ്ങനത്തെ സ്ഥലമാണ്. അവിടെയാണ് ഒരു സ്വർഗവാസി പറയുന്നത്, അള്ളാഹുവേ എനിക്കിവിടെ കൃഷി ഒന്ന് ചെയ്യണം, ഒന്ന് അനുവാദം തരുമെന്ന്. അള്ളാഹ് ചോദിക്കും, നീ ആഗ്രഹിക്കുന്ന പോലെയുള്ള സന്തോഷത്തിലും സുഖത്തിലും അല്ലേ ജീവിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ അവൻ പറയും, അതെ, പക്ഷേ എന്നാലും എനിക്ക് സ്വർഗത്തിൻ്റെ ഭൂമിയിൽ എനിക്കൊന്ന് കൃഷി ചെയ്ത് നോക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിച്ചേർക്കുന്നു, അങ്ങനെ ആ ആൾക്ക് അനുവാദം കിട്ടിക്കഴിഞ്ഞപ്പോൾ അയാൾ അവിടെ വിത്ത് വിതച്ചു, ചെടികളൊക്കെ മുളച്ചു, പഴങ്ങൾ പഴുത്തു, കൊയ്തെടുക്കാൻ അല്ലെങ്കിൽ മുറിച്ച് പറിച്ച് എടുക്കാൻ റെഡിയായി. അത് മലകൾക്ക് സമാനമായിരുന്നു. ഇതെല്ലാം കണ്ണടയ്ക്കുന്ന സമയം കൊണ്ട് കഴിഞ്ഞു. അപ്പോൾ അത് വിത്ത് വിതച്ചു, എല്ലാം മുളച്ച് റെഡിയായി നിപ്പായി. അള്ളാഹു അതിനുശേഷം അവനോട് പറയും, അല്ലയോ ആദമിൻ്റെ സന്താനമേ, നീ ചോദിച്ചതൊക്കെ തന്നിരിക്കുന്നു, നടന്നിരിക്കുന്നു, നിനക്ക് വേണ്ട എത്ര വിളവ് നീ എടുത്തോളൂ, നിന്നെ ഒന്നും തൃപ്തിപ്പെടുത്തുകയില്ല എന്നങ്ങനെ ഒരു തമാശ പോലെ അല്ലെങ്കിൽ കളിയാക്കുന്നത് പോലെ. അപ്പോൾ അവിടെ ഇരുന്ന നാട്ടിൻപുറത്തുകാരനായ ആട്ടിടയനായ അറബി പറയാണ്, തീർച്ചയായും അയാൾ ഖുറൈശിപ്പെട്ട ആളായിരിക്കും, അതായത് മുഹാജിറുകൾ അല്ലെങ്കിൽ അൻസാരി, കാരണം അവരാണ് കൃഷിക്കാർ, ഞങ്ങൾ കൃഷിക്കാരല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടപ്പോൾ ചിരിച്ചു. عن أبي هريرة رضي الله عنه أن النبي صلى الله عليه وسلم كان يوما يحدث عنده رجل من أهل البادية أن رجلا من أهل الجنة استأذن ربه في الزرع فقال له ألست فيما شئت؟ قال بلى ولكن أحب أن أزرع. قال فبادرت ترفع نباته واستواؤه واستحصاده فكان أمثال الجبال فيقول الله تعالى دونك يا ابن آدم فإنه لا يشبعك شيء. فقال الأعرابي والله لا نجده إلا قريش أو أنصاريا فإنهم أصحاب زرع وأما نحن فلسنا بأصحاب زرع. فضحك النبي صلى الله عليه وسلم. മരങ്ങൾ നടുന്നതിനെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത്? മജാഅ ഫിൽ ഗർസി. സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിൽ ആയിരുന്നു വെള്ളിയാഴ്ച. കാരണം അന്നേ ദിവസം വയസ്സായ ഒരു സ്ത്രീ സിൽക്ക് എന്ന് പറയുന്നതിൻ്റെ വേരുകൾ മുറിച്ച് ഒരു പാത്രത്തിലിട്ട് വേവിച്ച് അതിലേക്ക് കുറച്ച് ബാർലി ധാന്യങ്ങളും കൂടെ കൂട്ടും. അങ്ങനെ പ്രത്യേകതരം അന്നത്തെ എന്തോ ഒരു ആഹാരം ഉണ്ടാക്കുമായിരുന്നു. ഈ സിൽക്ക് ഞങ്ങൾ ചെറിയ ചെറിയ തോടിൻ്റെയും അരുവിയുടെ ഒക്കെ കരയിലായിരുന്നു നട്ടുകൊണ്ടിരുന്നത്. യാക്കൂബ് ഉപ റിപ്പോർട്ടർമാരിൽ ഒരാൾ പറയുന്നു, എനിക്ക് തോന്നുന്നത് ഈ ഹദീസ് വിശദീകരിച്ച ആൾ ആ ആഹാരത്തിൽ നെയ്യോ അല്ലെങ്കിൽ ഉരുക്കിയ നെയ്യോ ഒന്നും ഇല്ല, അതായത് വെട്ട് നെയ്യ്, മൃഗങ്ങളുടെ ഇറച്ചിയിൽ നിന്ന് കിട്ടുന്ന നെയ്യ് ഉരുക്കിയത്, ഇങ്ങനെയൊന്നും ഉള്ളത് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ ജുമാ നിസ്കാരം കഴിയുമ്പോൾ ഞങ്ങൾ അവളുടെ അടുത്തേക്ക് പോകുമായിരുന്നു. അവർ ഞങ്ങൾക്ക് ആ ആഹാര സാധനം തരുമായിരുന്നു. എല്ലാവരും പട്ടിണിയായിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ വെള്ളിയാഴ്ചകളിൽ ഭയങ്കര സന്തോഷം ഉള്ളവരായിരുന്നു. ഇത് നമ്മളെ ജുമായുടെ കിതാബിലും ഒക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ആഹാരം കഴിക്കാറുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഉറക്കം ഉറങ്ങാറുണ്ടായിരുന്നില്ല ഈ ജുമാ നിസ്കാരം കഴിയുന്നത് വരെ. عن سهل بن سعد رضي الله عنه أنه قال إن كنا لنفرح بيوم الجمعة كانت لنا عجوز تأخذ من أصول سلق لنا كنا نعرس في أربعائنا فتجاله في قدر لها فتجال فيه حبات من شعير لا أعلم إلا إنه قال ليس فيه شحم ولا ودك فإذا صلينا الجمعة زرناها فقربته إلينا فكنا نفرح بيوم الجمعة من أجل ذلك وما كنا نتغدى ولا نقيل إلا بعد الجمعة.
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ആളുകൾ പറഞ്ഞു അബൂ ഹുറൈറ ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട് എന്ന്. അതായത് അബൂ ഹുറൈറയ്ക്ക് ഒരുപാട് ഹദീസ് അറിയാം എന്നുള്ള രീതിയിലൊരു വിഷമം പോലെയോ അല്ലെങ്കിൽ പരാതി പോലെയോ, മറ്റുള്ളവർക്ക് അത് പറ്റുന്നില്ല അല്ലെങ്കിൽ എനിക്കത് പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ. കുറ്റമല്ല, അള്ളാഹുവിനറിയാം ഞാൻ പറയുന്നത് ശരിയാണോ അല്ലയോ എന്ന്. അവർ ഇതും പറയാറുണ്ട്, മുഹാജിറുകളോ അൻസാരികളോ ആയ ആളുകൾ എന്തുകൊണ്ട് കൂടുതൽ ഹദീസുകൾ വിശദീകരിക്കുന്നില്ല? കാരണം അവരാണല്ലോ കൂടുതൽ റസൂലിനോടൊപ്പം നിന്നവരോ അല്ലെങ്കിൽ കൂടുതൽ റസൂലിനെ ഇഷ്ടപ്പെട്ടവരൊക്കെ. കാരണം എൻ്റെ മുഹാജിറുകളായ സഹാബാക്കൾ അല്ലെങ്കിൽ സഹോദരന്മാർ അവർ ചന്തകളിൽ കച്ചവടം ചെയ്യുന്ന തിരക്കിലായിരുന്നു. എൻ്റെ അൻസാരികളായ സഹോദരന്മാർ അവരുടെ സ്ഥലത്തിലും സമ്പത്തിലും തിരക്കിലായിരുന്നു. ഞാൻ ഭയങ്കര പാവമായിരുന്നു. അതുകൊണ്ട് ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമായിരുന്നു എപ്പോഴും. എൻ്റെ വയറ് എന്താണോ നിറയ്ക്കുന്നത് അല്ലെങ്കിൽ എന്താണോ തിന്നാൻ കിട്ടുന്നത് അത് മതി. എനിക്ക് എന്ത് തിന്നാൻ കിട്ടിയാലും അതിൽ ഞാൻ തൃപ്തനായിരുന്നു. അതുകൊണ്ട് എനിക്ക് റസൂലിനോടൊപ്പം എപ്പോഴും ഉണ്ടാവാൻ പറ്റുമായിരുന്നു. മുഹാജിറുകളും അൻസാറുകളും അവിടെ ഇല്ലാതിരിക്കുന്ന സമയങ്ങളിൽ പോലും. അപ്പോൾ ആരുമില്ലെങ്കിലും അബൂ ഹുറൈറ അവിടെ ഉണ്ടാവും. ഞാൻ ഇതെല്ലാം ഓർത്തു വയ്ക്കാറുണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം കേൾക്കുന്നതൊക്കെ മറന്നു പോകാറും ഉണ്ടായിരുന്നു. അതായത് ഹദീസുകളാണ് ഉദ്ദേശിക്കുന്നത്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരൊക്കെ അവരുടെ തുണി വിരിച്ചിടുന്നുവോ ഞാൻ ഈ പറയുന്ന കാര്യം പറഞ്ഞു തീരുന്നവരെ. അപ്പോൾ റസൂൽ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പറഞ്ഞു തീരുന്നതുവരെ നിങ്ങൾ നിങ്ങളുടെ തുണി തോളത്തുള്ളതോ അല്ലെങ്കിൽ പുതയ്ക്കുന്നതോ എന്തെങ്കിലും ഒരു ഷീറ്റ് കയ്യിലുള്ളത് എക്സ്ട്രാ ഉള്ളൊരു തുണി അത് തറയിൽ വിരിച്ചിടുക. ഞാനത് പറഞ്ഞു കഴിയുമ്പോൾ അത് ചുരുട്ടിയെടുത്ത് നിങ്ങളുടെ നെഞ്ചിലേക്ക് വയ്ക്കുക അല്ലെങ്കിൽ നെഞ്ചിൽ പൊതിഞ്ഞു വയ്ക്കുക. അങ്ങനെ ചെയ്താൽ അവർ ഞാൻ പറയുന്നതൊന്നും ഒരിക്കലും മറക്കുകയില്ല. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന തുണി വിരിച്ചിട്ടു. അതായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒറ്റ തുണി എന്ന് പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തീരുന്നത് വരെ. അത് കഴിഞ്ഞപ്പോൾ ആ തുണി ഞാൻ എടുത്ത് എൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു. ആരാണോ അവനെ അയച്ചത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അള്ളാഹുവാണ് സത്യം എന്ന് പറയുന്നതിന് തുല്യമാണ്. സത്യവുമായി ആരാണോ അവനെ അയച്ചത് അന്ന് മുതൽ ഞാൻ ഒന്നും മറന്നിട്ടില്ല. അപ്പോൾ ഇത് റസൂലിൻ്റെ ഒരു മുഅ്ജിസത്താണ്. അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുകൾ പോലും ഞാൻ മറന്നു പോയിട്ടില്ല ഈ ദിവസം വരെ. അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ പുസ്തകത്തിലുള്ള അല്ലെങ്കിൽ ഖുർആനിലുള്ള ഈ 2 ആയത്തുകൾ അല്ലായിരുന്നുവെങ്കിൽ ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒന്നും റിപ്പോർട്ട് ചെയ്യുമായിരുന്നില്ല. ആ 2 ആയത്തുകൾ എന്ന് പറയുന്നത് തീർച്ചയായും ആരൊക്കെയാണോ വ്യക്തമായ തെളിവുകൾ ഉള്ളത് മൂടി വയ്ക്കുന്നത്, തെളിവുകളും നേർമാർഗങ്ങളും നാം താഴേക്ക് അയച്ചു തന്നതിൽ നിന്ന്. അങ്ങനെ ആ ആയത്ത് തുടരുന്നു, ഏറ്റവും കരുണാമയൻ എന്ന് പറഞ്ഞുകൊണ്ട് തീരുന്നു. 2-ാം സൂറത്ത് 159, 160 ആയത്തുകൾ. عن أبي هريرة رضي الله عنه قال يقولون إن أبا هريرة يكثر والله الموعد ويقولون ما للمهاجرين والأنصار لا يحدثون مثل حديث وإن إخوتي من المهاجرين كان يشغلهم الصفق بالأسواق وإن إخوتي من الأنصار كان يشغلهم عمل أموالهم وكنت امرأ مسكينا ألزم رسول الله صلى الله عليه وسلم على ملء بطني فأحضر حين يغيبون وأعي حين ينسون. وقال النبي صلى الله عليه وسلم يوما لن يبسط أحد منكم ثوبه حتى أقضي مقالتي هذه ثم يجمعه إلى صدره فينسى من مقالتي شيئا أبدا فبسطت نمرة ليس علي ثوب غيرها حتى قضى النبي صلى الله عليه وسلم مقالته ثم جمعتها إلى صدري فوالذي بعثه بالحق ما نسيت من مقالتي تلك إلى يوم هذا والله لولا آيتان في كتاب الله ما حدثتكم شيئا أبدا إن الذين يكتمون ما أنزلنا من البينات والهدى إلى قوله الرحيم. അൽ ബഖറ 159, 160. അങ്ങനെ
ആ കിതാബ് തീർന്നു. ഇതിലെന്താണ് പഠിച്ചതെന്ന് നമുക്ക് ഒന്ന് ഓടിച്ചു നോക്കാം. കൃഷിയും കാർഷിക വൃത്തിയും എന്നുള്ള കിതാബാണ് നമ്മൾ കണ്ടത്. മരം നടുന്നതിൻ്റെയും കൃഷി ചെയ്യുന്നതിൻ്റെയും ഒക്കെ മഹത്വം നമ്മൾ കണ്ടു. അത് ഏതെങ്കിലും മൃഗങ്ങളോ പക്ഷികളോ മനുഷ്യരോ അതിൽ നിന്ന് ഭക്ഷിച്ചാൽ അത് സദക്കയായി കൂട്ടുന്നതാണ്. പക്ഷെ പൊതുവെ അതിർത്തിയിൽ അല്ലെങ്കിൽ ശത്രു രാജ്യത്തിനോട് ചേർന്ന ഭാഗത്തൊക്കെ മുസ്ലിങ്ങൾ കൃഷി ചെയ്യുന്നത് വിരോധിച്ചിരിക്കുന്നു. കാരണം ആ ശത്രു രാജ്യത്ത് ഉള്ളവർ ആക്രമിച്ച് ഇവരെ കീഴടക്കിയാൽ ഇവരെ മാനം കെടുത്തി അടിമകളാക്കിയൊക്കെ വയ്ക്കും എന്നുള്ളത് കൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ജിഹാദ് അല്ലെങ്കിൽ സത്യസമരം അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധം ചെയ്യലാണ് കൃഷിയേക്കാളും നല്ലത് എന്ന് പറയുന്നു. കാർഷിക ഉപകരണങ്ങൾ വീട്ടിൽ ഉണ്ടെങ്കിൽ അവര് അനുഗ്രഹം ഉണ്ടാവുകയില്ല എന്നും അവർക്ക് ചില അതിക്രമങ്ങൾ അല്ലെങ്കിൽ നഷ്ടങ്ങൾ ഒക്കെ ഉണ്ടാവും എന്നും പറയുന്നുണ്ട്. പൊതുവെ അത് അസ്ഥിരത ഉള്ള സ്ഥലങ്ങളിലേക്ക് ഉദ്ദേശിച്ചാണ് എന്ന് വിശദീകരണത്തിൽ പറയുന്നു. പട്ടിയെ വയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. കൃഷിക്കോ അല്ലെങ്കിൽ ആടുകളെ നോക്കാനോ അല്ലെങ്കിൽ കന്നുകാലികളെ നോക്കാനോ അതിൽ വേട്ടയാടാനോ ഈ 3 കാര്യങ്ങൾ ഒഴികെ പട്ടിയെ വയ്ക്കാൻ പാടില്ല. പട്ടിയെ വച്ചാൽ ആ ആളുടെ ഗുണങ്ങളിൽ നിന്ന് ഓരോ ദിവസവും ഓരോ ഖീറാത്ത് വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. കാളയെ ഉഴുവാൻ ഉപയോഗിക്കുന്നതിനെ പറ്റി നമ്മൾ കണ്ടു. അതിന് ഉപയോഗിക്കാവുന്നതാണ്. കാളയുടെ പുറത്ത് ഒരാളിരുന്ന് യാത്ര ചെയ്തപ്പോൾ കാള അയാളോട് പറഞ്ഞു അത്രേ, എന്നെ ഇതിനു വേണ്ടി ഉണ്ടാക്കിയതല്ല, അതായത് യാത്ര ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല, എന്നെ ഉഴുവാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞു. പിന്നെ ലോകാവസാനത്തിൻ്റെ ലക്ഷണമായിട്ട് മൃഗങ്ങൾ മനുഷ്യനോട് സംസാരിക്കും എന്നുള്ളത് നമ്മൾ കണ്ടു. ഒരു ചെന്നായ ഒരു ആട്ടിൻകുട്ടിയെ പിടിച്ചുകൊണ്ട് പോയി ആടിനെ ചെന്നായുടെ വായിൽ നിന്ന് മോചിപ്പിച്ചു അല്ലെങ്കിൽ രക്ഷിച്ചു. അപ്പോൾ ചെന്നായ വാലിൽ കുത്തിയിരുന്ന് മനുഷ്യർ ഇരിക്കുന്നത് പോലെ ഇരുന്ന് സംസാരിച്ചു. നീ എനിക്ക് അള്ളാഹു തന്ന റിസ്ക്കാണ് പിടിച്ചു പറിച്ചത്, അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞു. പിന്നെ അയാളോട് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ മദീനയിലുണ്ട് എന്നും അങ്ങോട്ട് പോയി ആൾ പറയുന്നത് കേട്ട് നന്നാവാനും ഉപദേശിച്ചു. അങ്ങനെ ഒരു അത്ഭുതവും നമ്മൾ കണ്ടു. മറ്റൊരാളെ എൻ്റെ ഈന്തപ്പനത്തോട്ടം നോക്കണം, അത് നനയ്ക്കണം, അതിൽ പഴങ്ങളുണ്ടായാൽ എനിക്ക് തരണം എന്ന് പറഞ്ഞ് ഉത്തരവാദിത്തപ്പെടുത്താവുന്നതാണ് എന്ന് നമ്മൾ കണ്ടു. പങ്ക് കച്ചവടമായിരുന്നു പ്രധാനമായിട്ടും ഇതിൽ കണ്ടത്. മരങ്ങളെ ഈന്തപ്പന ഒക്കെ മുറിക്കുന്നതിനെ പറ്റി നമ്മൾ കണ്ടു. റസൂലിൻ്റെ നേരിട്ടുള്ള ഉത്തരവുണ്ട്, അതുകൊണ്ട് അവിടെ മുറിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഫലവൃക്ഷങ്ങൾ മുറിക്കാൻ പാടില്ല. യുദ്ധകളത്തിലാണെങ്കിൽ പോലും വയസ്സന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും ഫലവൃക്ഷങ്ങളെയും മുറിക്കാനോ നശിപ്പിക്കാനോ ഉപദ്രവിക്കാനോ ഒന്നും പാടില്ല. പങ്ക് കച്ചവടം കുഴപ്പമില്ല. അതിൻ്റെ വീതം എങ്ങനെയാണോ പങ്ക് തീരുമാനിക്കുന്നത് അത് രണ്ടുപേരും തമ്മിൽ തീരുമാനിക്കാവുന്നതാണ്. പങ്ക് കൃഷി നടത്തുമ്പോൾ പ്രത്യേക കാലാവധി വച്ചും വയ്ക്കാതെയും ഒക്കെ നടത്താവുന്നതാണ്. യഹൂദന്മാരുമായിട്ടും പങ്ക് കൃഷി നടത്താവുന്നതാണ്. പങ്ക് കൃഷിയിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒരു മൂല എനിക്ക് മറ്റേ സ്ഥലം നിനക്ക് അങ്ങനെ എടുക്കാൻ പാടില്ല. വിളവ് വന്നു കഴിയുമ്പോൾ ആ വീതം പറഞ്ഞ കണക്കിൽ കൊടുത്ത് തീർക്കുകയാണ് വേണ്ടത്. ഒരാൾ പൈസ ഇറക്കുന്നു, വേറൊരാൾ കൃഷി ചെയ്യുന്നു, അത് അനുവദനീയമാണ്. ആ പങ്കുകാർ തമ്മിൽ ലാഭം വീതം വെച്ച് എടുക്കാവുന്നതാണ്. അവരേത് രീതിയിലാണോ അത് തീരുമാനിച്ചിരുന്നത് ആ രീതിയിൽ. ഔഖാഫ്, അതായത് ഗവൺമെൻറ് സ്വത്ത് എന്ന് വേണമെങ്കിൽ പറയാം, ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ സ്വത്ത്, അത് പാട്ടത്തിന് കൊടുക്കാവുന്നതാണ്. സക്കാത്തിൻ്റെ മുതലാണ് അത്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം, അതായത് കൃഷിക്ക് പങ്ക് അല്ലെങ്കിൽ പാട്ടത്തിന് കൊടുത്തിട്ട് കിട്ടുന്നത് ഖറാജ്, അത് ഉപയോഗിക്കാവുന്നതാണ്. ആരും ഉടമസ്ഥൻ ഇല്ലാത്ത അല്ലെങ്കിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന സ്ഥലങ്ങളിൽ കൃഷി ചെയ്താൽ ആ സ്ഥലം ആ കൃഷിക്കാരനുള്ളതാകുന്നു. മുസ്ലിമിൻ്റെ സ്ഥലത്ത് അതിക്രമിച്ച് കയറി കൃഷി ചെയ്യാൻ പാടില്ല. വെറുതെ കിടക്കുന്ന ആർക്കും വേണ്ടാത്ത അല്ലെങ്കിൽ ഗവൺമെൻറ് സമ്പത്ത് മുസ്ലിമിൻ്റെ പേരിലുള്ളതാണെങ്കിൽ വെറുതെ എടുക്കുകയാണെങ്കിൽ എടുക്കാൻ പാടില്ല. ഒരാൾക്ക് കാലം പറയാതെ എത്ര നാൾ വേണമെങ്കിലും നിന്നെ അള്ളാഹ് എത്ര നാൾ അനുവദിക്കുന്നു അത്രയും കാലം നിനക്ക് കൃഷി ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞും പങ്ക് കൃഷി, അല്ലെങ്കിൽ രണ്ടുപേരും തീരുമാനിക്കുന്ന ഒരു കാലാവധി വരെ. അതല്ലെങ്കിൽ പറയണം നീ ചെയ്തുകൊണ്ടിരുന്നോ, നമുക്ക് രണ്ടുപേർക്കും എന്ന് തീരുമാനത്തിൽ വ്യത്യാസം വരുന്നോ അന്ന് നിർത്താം, അങ്ങനെയും ചെയ്യാവുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്ക് കൃഷി ചെയ്യുകയും അങ്ങനെ ഉണ്ടാകുന്ന കൃഷി ഫലം അവർ തമ്മിൽ ഫ്രീ ആയി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും ചെയ്യുമായിരുന്നു. റസൂലിൻ്റെ നേരിട്ടുള്ള ഉത്തരവ് എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് പങ്ക് കൃഷിക്ക് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്, അവർക്ക് വെറുതെ കൊടുക്കുക എന്നുള്ളതായിരുന്നു റസൂലിൻ്റെ ഇഷ്ടം. ഫലം അല്ലെങ്കിൽ വിളവ് വാടകയായി പങ്ക് കൃഷി നടത്താൻ പാടില്ല എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. പകരം സ്വർണമോ വെള്ളിയോ, അതായത് കാശിന് കൃഷിസ്ഥലം പാട്ടത്തിന് കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഭൂമി പാട്ടത്തിന് കൊടുക്കാവുന്നതാണ്. കഴിയുന്നതും അവിടെ കൃഷി ചെയ്യുന്നതിൻ്റെ വീതം മേടിച്ച് ചെയ്യാതിരിക്കുക.
മരം നടുന്നതിനെ പറ്റിയുള്ള നിയമം നമ്മൾ കണ്ടു. സിൽക്ക് എന്ന് പറയുന്ന ഒരു തരം മരം അവർ അരുവികളുടെ അരുവിയിലൂടെ നടാറുണ്ടായിരുന്നു. അതിൻ്റെ വേര് പറിച്ച് പുഴുങ്ങി ഒരു തരം ജ്യൂസ് പോലെയോ സൂപ്പ് പോലെയോ ഒക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ടായിരുന്നു. അത് ചെയ്യാവുന്നതാണ്. സ്വർഗവാസിയായ ഒരാൾ സ്വർഗത്തിൽ കൃഷി ചെയ്യുന്നതിനെ പറ്റി നമ്മൾ കണ്ടു. കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് ആ മരങ്ങളെല്ലാം മുളച്ച് വലുതായി ഫലം വിളവെടുക്കാൻ പാകത്തിനായി വിളവെടുത്ത് മലകൾ പോലെ കൂമ്പാരമായി കിടന്നു. ഒരു കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് നമുക്കും സ്വർഗത്തിലെത്തി കഴിയുമ്പോൾ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മളെയൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ. ഇതിലൂടെ നമ്മൾ പഠിച്ചത് അള്ളാഹു നമ്മൾക്ക് ഉപകാരപ്രദമാക്കി തരട്ടെ. ആമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു അഅലം. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.